അപ്പോൾ ഇന്നൊരു ഓണം സ്പെഷ്യൽ ഇഞ്ചാമ്പുളി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓണ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ തുടക്കമായിട്ട് ഇഞ്ചാമ്പുളിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ കാലത്ത് നമ്മൾ കായ വറുക്കലും കായപ്പേരി, ശർക്കര ഇട്ടുപ്പേരിയൊക്കെ വീട്ടിലുണ്ടാക്കുമല്ലോ. ഇപ്പോൾ അതൊന്നുമില്ല, ആർക്കും വേണ്ട. അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചാലതായി. അപ്പോൾ വെളിച്ചെണ്ണ ആയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 15 ചുമന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ കുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു പകുതി വഴന്ന് വരട്ടെ. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചാമ്പുളി പിന്നെ കുറേ നാൾ ഇരുന്നോളും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോട്ടാ ഇനി നമുക്ക് നോക്കിയിട്ട് പുളിയൊക്കെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഇനി ഇടേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ അതും ഒന്നുകൂടി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം വേണം പൊടികളിടാൻ. പൊടികൾ അതിന് മുന്നായിട്ട് ഞാൻ ഒരു 1/4 മുറി തേങ്ങ ചിരവിട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണ്. അതിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം. അല്ലെങ്കിൽ കൊത്തുകളാക്കിയിട്ട് നമുക്ക് വറുത്ത് ആദ്യം കോരിയെടുക്കാം കേട്ടോ. ഇവിടെ കൊത്ത് തടയേണ്ട ഇഷ്ടമില്ലാത്തതാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ചെറിയ സ്പൂണ് കായപ്പൊടി, ഒരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി. പിന്നെ ഇത് ഒരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ശർക്കര വച്ചിട്ടിട്ടുണ്ട്. അത് ഇതിന് പാകമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി, നിങ്ങളുടെ എമൗണ്ടിനനുസരിച്ച്. ഇത് പാകമാണ്. ഇനി ഇത് നമ്മൾ കുറുക്കിയെടുക്കണം, എന്ന് വെച്ചാൽ വറ്റിച്ചെടുക്കണം. ഇത് കുറേ ദിവസം ഇരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇഞ്ചാമ്പുളി, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ പൊട്ടി തെറിക്കും, അതുപോലെയൊക്കെ നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതിങ്ങനെ തിളച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇറക്കാൻ പറ്റില്ല. അതിങ്ങനെ ഇരുന്ന് ഇളക്കി കൊടുത്ത് അതിങ്ങനെ പൊട്ടിയൊക്കെ വരണുണ്ട്. അങ്ങനെ കുറേ നേരം അതിങ്ങനെ കുറുതായിരിക്കും ഇങ്ങനെ. അപ്പോഴാണ് നമ്മൾ ഇഞ്ചാമ്പുളി ആയിന്ന് പറയാം. ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാട്ടോ. ഉപ്പ് ഞാൻ സ്വല്പം കുറവുണ്ടായിരുന്നു, ഇട്ട് കൊടുത്തു. പുളി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വീണ്ടും ഉപ്പ് ആവശ്യം വരും. അപ്പോൾ നമുക്ക് അതിനിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കി ഉപ്പൊക്കെ നോക്കാം. ഇത് കുറച്ച് നേരം ഇളക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഇളക്കി അതിങ്ങനെ വെള്ളം ഇതിങ്ങനെ അരിത്ത് നിൽക്കുമ്പോൾ നമ്മളെ മേത്തേക്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നോക്കി എടുക്കാം. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം കുറുതായി വരും. തിളച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇറക്കാൻ പറ്റില്ല. തിളക്കലല്ല അതിൻ്റെ പാകം, നന്നായി കുറുതാണ്. അപ്പോൾ അത് കുറുതായി വന്നപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. വേപ്പില, കടുക് പൊട്ടി വരുമ്പോൾ വേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചാമ്പുളി റെഡിയായി വരികയാണ്. വേപ്പില ഇട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതൊന്ന് ആയി വരുമ്പോൾ നമുക്ക് ഇഞ്ചാമ്പുളിക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം സ്പെഷ്യൽ ഇഞ്ചാമ്പുളി. എന്താ കുറുതായിരിക്കുന്നുണ്ട് ചാറൊക്കെ, ഇത്രയേ പാടുള്ളൂ. ഇനി ഒന്നും കൂടി കുറുതാവും. ഇതാണ് നമ്മുടെ ഇഞ്ചാമ്പുളി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.